Hello guys, welcome to Career Talks with Avodha. ഇന്ന് Career Talksൽ നമ്മുടെ കൂടെ അഞ്ജനയാണുള്ളത്. സോ അഞ്ജനയുടെ കരിയറിൽ അബോധ എത്രമാത്രം ഇമ്പാക്ട് നൽകിയെന്ന് നമുക്ക് ഇന്നറിയാം. സോ ഹായ് അഞ്ജന. Hi, ഹായ്, ഹൗ ആർ യു? I'm fine. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. ഇപ്പം കറന്റ് ഇന്റേൺഷിപ്പ് കയറിയല്ലേ? സെക്കൻഡ് മന്തിലേക്ക് കയറി. സെക്കൻഡ് മന്തിലേക്ക് കയറി. ഓക്കെ, എവിടെയാണ് ഇപ്പൊ ചെയ്യുന്നേ? ഞാൻ പെരുമ്പാവൂരുള്ള ഇന്ററാക്സ് ഡിജിറ്റൽ ഹബില്. ഓക്കെ ഓക്കെ, അവിടെയാണ് ഇന്ററാക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തായിട്ടാണ് ജോബ് ടൈറ്റിൽ ഒന്ന് പറയാമോ? ഞാൻ അവിടെ ഡേറ്റാ സയൻസ് ട്രെയിനി ആയിട്ടാണ്. ഡേറ്റാ സയൻസ് ട്രെയിനി ആയിട്ടാണ് കയറിയേക്കുന്നത്. അപ്പം അവോധയിൽ അപ്പം എന്താ പഠിച്ചേ? അവോധയിൽ ഞാൻ ഡേറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചു. ആണോ, ബിഗ് ഡാറ്റ ആൻഡ് ഹൈ. ഓക്കെ, അപ്പം എനിവേ കൺഗ്രാറ്റുലേഷൻസ്. വർക്കൊക്കെ നന്നായിട്ട് പോകുന്നോ? അതെ. ഓക്കേടാ. അപ്പം എനിക്ക് അറിയേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു അബോധയുടെ കൂടെയുള്ള യാത്ര, എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്നറിയണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അബോധയിലേക്ക് എത്തിപ്പെട്ടത് അഞ്ജന? എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യം അവോധയിൽ കയറിയത്. അപ്പൊ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, അപ്പൊ ആദ്യം എനിക്ക് തോന്നിയില്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അങ്ങനെ എന്നെ അവോധയിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പം കൊള്ളാം. 3 മാസത്തെ കോഴ്സ്, ഇന്റേൺഷിപ്പ്, ലാസ്റ്റ് ജോലി കിട്ടിയിട്ട് പേ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് എന്തായാലും ഇതുവരെ പഠിച്ചതിന്ന് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു ജോലി കിട്ടിയിട്ട് ബാക്കി അടച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ കൊള്ളാൻ തോന്നി. അങ്ങനെ കയറി പഠിച്ച് 3 മാസത്തെ ഓൺലൈൻ കോഴ്സ് വന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 മാസത്തോളം ആവാറായപ്പോഴത്തേക്ക് ഇന്റേൺഷിപ്പ് പോയി. ഓക്കെ, അപ്പം എവിടെ മോന്റെ വീട് എവിടെയാ? എൻ്റെ വീട് കൊല്ലം. കൊല്ലത്താണ്. ഓക്കെ ഓക്കെ, എവിടെ പഠിച്ചതൊക്കെ? ഞാനിവിടെ കൊല്ലത്ത് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിടെക് കഴിഞ്ഞു. ബിടെക് ആയിരുന്നു. ഏതായിരുന്നു ബിടെക് എടുത്തേ? ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഈസി ആയിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി, എളുപ്പമായിരുന്നു? കുഴപ്പമില്ല, 4 വർഷം കഴിഞ്ഞു. ഏത് ഇയർ ആയിരുന്നു പാസ് ഔട്ട് ആയേ? 2020. 2020 ആണ് പാസ് ഔട്ട് ആയത്. അപ്പം പെട്ടെന്ന് തന്നെ എന്താ പറയാ, പെട്ടെന്ന് ജോലി കിട്ടി അല്ലേ? ഇന്റേൺഷിപ്പ് ആണെങ്കിലും കിട്ടി. ഓക്കെ, എനിവേ ദാറ്റ്സ് ഗുഡ്. അപ്പം അബോധയിലേക്ക് വരാൻ കാരണം എന്തായിരുന്നു? ഈവൻ ഡാറ്റാ സയൻസ് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഡേറ്റാ സയൻസ് നമ്മൾ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് ജോലി സാധ്യതയുണ്ട്. അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് തന്നെ എടുത്തത്. ഏത് മാസം ജോയിൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? നവംബർ ലാസ്റ്റ്. നവംബർ ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു. 3 മാസം ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് കയറി കണ്ടാൽ മതി. അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ക്ലാസ് കാണുക, വീണ്ടും കാണണമെങ്കിൽ വീണ്ടും കാണാം. അതൊക്കെ വളരെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പം ഈ ഡാറ്റാ സയൻസിന്റെ കോഴ്സ് എടുക്കാൻ വരുന്ന ഒരു കുട്ടിയോട് അഞ്ജനയ്ക്ക് ഇപ്പം ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തല്ലോ അവോധയുടെ. അപ്പൊ മോളുടെ ഒരു കൺസെപ്റ്റിൽ അവോധയെ പറ്റി എന്താ പറയാ? അവോധയുടെ ക്ലാസ്സിനെ പറ്റി എങ്ങനെയാ പറയുന്നത്? ഫീച്ചേഴ്സ് ഞാൻ എൻ്റെ വേറെ സ്റ്റുഡൻസിനോട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇപ്പൊ അവിടെ പഠിക്കുന്നുണ്ട്. ക്ലാസ്സസ് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ക്ലാസ് നമുക്ക് നമുക്ക് മലയാളം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് സാർ പഠിപ്പിക്കുന്നതൊക്കെ അതാ സന്ദീപ് സാറൊക്കെ ആയിരുന്നു. നല്ലപോലെ പറഞ്ഞു തന്ന് നമുക്ക് മനസ്സിലാവും. വീണ്ടും വീണ്ടും കേൾക്കാനും എല്ലാം എടുത്തു വെച്ച് കണ്ട് വീണ്ടും വീണ്ടും ചെയ്തു നോക്കാനും എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ക്ലാസ്സസ് ഒക്കെ നല്ലതായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ്സും ക്യൂസ് ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. സോ അതിനൊക്കെ പറ്റി അഞ്ജനയ്ക്ക് എന്താണ് അത് സത്യത്തിൽ നല്ലതായിരുന്നു. ആ ക്യൂസ് പാസ് ആയാലും അടുത്തതിലോട്ട് പോകും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും അത് പഠിക്കാൻ നോക്കും. അപ്പൊ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അങ്ങനെയായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, അസൈൻമെന്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്? അസൈൻമെന്റ്സ് നമ്മൾ ആദ്യമൊന്നും പറ്റത്തില്ല ചെയ്യാനൊന്നും. പിന്നെ നമ്മൾ വീണ്ടും സാറ് പറയുന്നതൊക്കെ വീണ്ടും വീഡിയോ ഒക്കെ കണ്ട് തന്നെ ചെയ്ത് നോക്കി. അതല്ലാതെ വേറെയൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ പഠിച്ചു. ഈ ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ജന? അഞ്ജനയുടെ കൺസെപ്റ്റ് ഡാറ്റാ സയൻസ് എന്താ എന്ന് പറയാൻ പറ്റാ? കാരണം ഇത് കാണുന്ന കുട്ടികൾക്ക് അതിനെപ്പറ്റി അറിയണ്ടായിരിക്കില്ല. അപ്പം അഞ്ജനയുടെ കൺസെപ്റ്റിൽ എന്താണ് ഡാറ്റാ സയൻസ്? എനിക്കും അറിയത്തില്ല. ഒറ്റ വാക്കി പറയാതിരിക്കില്ല. ഇപ്പൊ ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ ഇതുള്ളൊരു സംഭവമാണ് ഡേറ്റ.
അതിപ്പം ബാങ്കിന്റെ സെക്ഷനിലായാലും ഒരു ബിസിനസ്സിൽ എവിടെ ആയാലും അവരുടെ ഡേറ്റ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും സെക്യൂർ ആയിട്ടിരിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അവരുടെ ഡേറ്റ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഡേറ്റകൾ എടുത്തു കൊടുക്കാൻ അങ്ങനെയൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുവഴി നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഡേറ്റ അനലിസ്റ്റ്. അപ്പം ജോബ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ജോബ് ഡേറ്റ ടൈറ്റിൽ ആയിരിക്കും അനലിസ്റ്റ് വരും? ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് കിട്ടാം, ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് കിട്ടാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരുപാട് വേക്കൻസി വരുന്നുണ്ടല്ലേ ഡാറ്റ സയന്റിസ്റ്റിനൊക്കെ? മിക്കയിടത്തും വരുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് വേണം. വലിയ ഓക്കെ വലിയ കമ്പനിയിലോട്ട് വേണം എക്സ്പീരിയൻസ് വേണം. ഓക്കെ ഓക്കെ. ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ ഗുഡ് ഗുഡ്. ഓക്കെ. ദെൻ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അബോധ പറയുന്ന ഏറ്റവും വലിയ, നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ടാഗ്ലൈൻ ആണ് ജോലി മോക്ക് കിട്ടിയിട്ട് പണം അടയ്ക്കാം. പിന്നെ 3 മാസം കോഴ്സ്, 3 മാസം ഇന്റേൺഷിപ്പ്. അപ്പം ക്ലാസിന്റെ കാര്യം അഞ്ജന കുഴപ്പമില്ലാതെ പറഞ്ഞു. അപ്പം ഇന്റേൺഷിപ്പിന്റെയും ആ ഒരു പ്ലേസ്മെന്റ് സെല്ലിന്റെ കോർഡിനേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് കഴിഞ്ഞിട്ട് നമുക്ക് മോക്ക് ഇന്റർവ്യൂ ഉണ്ടല്ലോ. 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് മോക്ക് ഇന്റർവ്യൂ വരും. അപ്പൊ മോക്ക് ഇന്റർവ്യൂ പാസ്സാകുമ്പോഴേ നമുക്ക് പിന്നെ ഇന്റേൺഷിപ്പ് റെഡി ആവത്തുള്ളൂ. അപ്പൊ മോക്ക് ഇന്റർവ്യൂ നമ്മൾ വീണ്ടും പഠിക്കുക, വീണ്ടും നമ്മൾ കുറെ കൂടെ പഠിക്കും. ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കും. പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ പ്ലേസ്മെന്റ് സെല്ല് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ചോദിക്കുന്നിട്ട് എനിക്ക് ആദ്യമേ കിട്ടി. മോക്ക് ഇന്റർവ്യൂവിന്റെ നടന്നുകൊണ്ടിരുന്ന സമയത്തെ വിളിച്ച് ഇങ്ങനൊരു കമ്പനി ഉണ്ട്, വർക്ക് ഫ്രം ഹോമാ, ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ പ്ലേസ്മെന്റ് സെല്ല് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കും. കുഴപ്പമില്ല, ഹാപ്പിയാണ് അഞ്ജന. ഹാപ്പി. അഞ്ജനയുടെ അതെ, അഞ്ജന പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ മൊത്തം ഈ സന്തോഷമാണ് ഞങ്ങൾക്ക് വരുന്ന എനർജി. താങ്ക് യു സോ മച്ച്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വർക്കൊക്കെ എങ്ങനെ പോകുന്നടാ? വർക്ക് കുഴപ്പമില്ല. അവരൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാ, അതുകൊണ്ട് വലിയ രീതിയിൽ വർക്കൊന്നും ഇല്ല. എടാ എന്നാലും സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നമുക്ക് കരിയർ ഗ്രോത്ത് ഒരുപാടുണ്ടാവും. മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ. ഓക്കെ, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ? കുഴപ്പമില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ള സമയത്ത് ചെയ്ത് അയച്ചാൽ മതി, വലിയ പ്രഷർ ഒന്നും ഇല്ല. ഓക്കേടാ. അപ്പൊ ഈ കോവിഡിന്റെ സീനൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ വർക്ക് ഫ്രം ഹോം അതാ. അത് കഴിയുമ്പോൾ അതെ. ബാക്ക് ടു കോളേജ്, ബാക്ക് ടു ഓഫീസൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഓക്കെ. ദെൻ അപ്പം ഇനി വരുന്ന കുട്ടികളോട് അഞ്ജനയ്ക്ക് എന്താണ് പറയാനുള്ളത്, അബോധയിലേക്ക് വരുന്ന കുട്ടികളോട്? അബോധ എന്തായാലും നല്ലൊരു നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു ജോലി കിട്ടാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അബോധ. അവിടെ നമ്മൾ നമ്മുടെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കുക, എന്നിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക മോക്ക് ഇന്റർവ്യൂവിന് വേണ്ടി. അപ്പം എല്ലാം അതേതാ ശരിയായിട്ട് വരും. ഓക്കെ. മോൻ എന്തെങ്കിലും ഉണ്ടല്ലോ സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തായിരുന്നോ, എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇടയ്ക്ക് പാസ്വേഡിന് എന്തോ പ്രശ്നം വന്നായിരുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ ആയിരുന്നു, പക്ഷെ എന്തോ പാസ്വേഡ് കേറാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോഴേ പറഞ്ഞ് വിളിച്ച്. നമ്മുടെ പുതിയ വെബ്സൈറ്റ് കണ്ടായിരുന്നോ അബോധന്റെ? ഞാൻ 2-3 ദിവസം മുമ്പ് എന്റെ ഒരു ജൂനിയർ കൊച്ചിന് വേണ്ടി പറഞ്ഞായിരുന്നു ഇങ്ങനെ അബോധയിൽ ഇങ്ങനെ പഠിച്ച കാര്യം. അപ്പോഴേ ഞാൻ കേറി കണ്ടപ്പോ മൊത്തത്തിലൊരു മാറ്റം. മുമ്പ് ഞാൻ കേറിയ സമയത്തല്ല, ഇപ്പൊ കേറിയപ്പോ ഒരു മാറ്റം കണ്ട്. ഇപ്പൊ അബോധയുടെ വെബ്സൈറ്റ് ഭയങ്കര ഫീച്ചേഴ്സ്, നമുക്ക് നേരത്തെ പോലെ അല്ല. ഇപ്പൊ എല്ലാ ഫീച്ചേഴ്സും ആ വെബ്സൈറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രീ സ്വിച്ചിങ് ആയാലും, അതുപോലെ തന്നെ ഫ്രീ എക്സ്റ്റൻഷൻ ആയാലും, ലൈവ് സെക്ഷൻസിന്റെ ഡീറ്റെയിൽ ആയാലും, പിന്നെ നമ്മുടെ ഈ കരിയർ ടോക്സ് ആയാലും എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അബോധ എന്താണെന്ന് ആ വെബ്സൈറ്റിൽ നിന്നേ മനസ്സിലാവും. ഓക്കെ. ഇടയ്ക്കൊന്ന് കയറി നോക്കണം. നമ്മൾ പഴയ കലാലയത്തിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ പറയല്ലേ, അതുപോലെ ബാക്ക് ടു മൈ അബോധ. ഓക്കേടാ. അപ്പം എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം അബോധയ്ക്ക് എത്ര റേറ്റിംഗ് ഒക്കെ തരും അഞ്ജനയുടെ മൈൻഡില്? 10 കൊടുക്കും. ഓ മൈ ഗോഡ്. താങ്ക് കാരണം യു സോ എനിക്ക് മച്ച്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ രീതിയും നല്ലപോലെ പോയി. നല്ലപോലെ പോയി അല്ലേ? അപ്പൊ പഠിപ്പിച്ച സന്ദീപ് സാറിനെ ആണ് അല്ലേ? സന്ദീപ് സാറിന്റെ സന്ദീപ് ക്ലാസ് സാറിന് ആണ്. സന്ദീപ് സാറിന് മുമ്പ് വേറെ സാറിന്, പക്ഷെ സന്ദീപ് സാറിന് നല്ല ഓർമ്മയുണ്ട്. ആണല്ലേ? സാർ എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ പറയും, അതുകൊണ്ടൊരു ഓർമ്മയുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം വർക്കൊക്കെ നന്നായിട്ട് പോട്ടെ. ഇടയ്ക്കൊക്കെ അബോധയിലേക്ക് ഇറങ്ങാം, കാണാം. ബൈ. സീ യു.